ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ChatGPT ആണെന്നുണ്ടെങ്കിലും വോയിസ് അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പോലും അറിയാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ് അല്ലേ. ഇനി കുറേയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അത്രത്തോളം സിഗ്നിഫിക്കൻറ്റും അത്രത്തോളം പവർഫുള്ളും ആയിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം സിഗ്നിഫിക്കൻറ്റും ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. BTech വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡൊമെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചിട്ടും ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അതായത് മെഷീൻ ലേണിംഗ്, അതിൻ്റെ അനലറ്റിക്സ്, അതിൻ്റെ വിഷ്വൽ ടെക്നോളജീസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആപ്സ്, സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലൈ ചെയ്യുന്ന എത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലോകത്തിൽ കൊണ്ടുവരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോഫി ഒന്നും നമുക്ക് അത്ര പരിചയമില്ലാത്ത കാര്യമല്ലല്ലോ അല്ലേ. എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളെയും പോലെ തന്നെ ഒരു 4 വർഷ കോഴ്സാണ് BTech വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് ഷോർട്ടാക്കി AI എന്നും പറയും. 4 വർഷമാണ് കോഴ്സ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ 8 സെമസ്റ്ററുകളായിട്ടാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ മെയിനായിട്ട് എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ വരിക. അതായത് കേരളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് കീമായിരിക്കും. കേരളത്തിന് പുറത്താണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയുടെ എന്ത് എൻട്രൻസ് എക്സാം ആണ് അതിനനുസരിച്ച് എഴുതേണ്ടി വരും. ചില എൻട്രൻസ് എക്സാം എന്നൊക്കെ പറയുന്നത് JEE, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് എക്സാം, അതൊക്കെയാണ് കുറേ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. +2 മിനിമം 50% പാസ്സായിട്ടുള്ളവർക്കാണ് എൻട്രൻസ് എക്സാം എഴുതാൻ സാധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ, അതായത് നിങ്ങളുടെ +1 കയറുമ്പോൾ നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇൻ പെർട്ടിക്കുലർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്ട്സ് എടുത്ത് മിനിമം 50% പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ എൻട്രൻസ് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. ഈ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ ഇപ്പോൾ കേബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം കട്ട് ഓഫ് ഒക്കെ പാസിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. അതും നിങ്ങൾക്ക് ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ട് ഓഫും വേണ്ടി വരും. അതായത് അറൌണ്ട് 90 to 90% അടുപ്പിച്ചെങ്കിലും എൻട്രൻസ് എക്സാമിൽ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസിലൊക്കെ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തല്ലോ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡൊമെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയാവുന്ന, കുറച്ചൊക്കെ പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ കമ്പ്യൂട്ടറിനോടും സിസ്റ്റത്തിനോടും അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനോടും ഒക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള, അത് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് മാത്രമെങ്കിലും നിങ്ങൾ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരവസ്ഥ വരും. റിക്രൂട്ട് ചെയ്യുന്ന ടോപ്പ് കമ്പനീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ്, ആമസോൺ, റിലയൻസ് ജിയോ, ഫേസ്ബുക്ക്, TCS തുടങ്ങിയവയാണ്. ഇതല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ സൊസൈറ്റിയിൽ എത്രത്തോളം റെലവെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം റെലവെൻ്റ് ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്കൊരു വേസ്റ്റ് ആവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കേണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കില്ല. ഇനി ജോബ് പൊസിഷനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ BTech പഠിച്ചാൽ എഞ്ചിനീയർ ആകാൻ പറ്റും എന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻ പെർട്ടിക്കുലർ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ്. ഇനി ഹയർ എഡ്യൂക്കേഷനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MTech എടുക്കാനും സാധിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി കമ്പ്യൂട്ടർ ഫീൽഡ് അല്ലെങ്കിൽ IT ഫീൽഡ് എന്നൊക്കെ പറയുന്നത് ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡേ ബൈ ഡേ അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരില്ല, ഭയങ്കര ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിലും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ നാളെ ഹാൻഡിൽ ചെയ്ത് വരിക. അപ്പം ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആവില്ല IT ഫീൽഡ് ഇൻ ദ വേ ദാറ്റ് നിങ്ങൾ പഠിക്കുന്ന സിലബസിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് അപ്ഗ്രഡേഷൻസ് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും അത് കൂടുതൽ അറിയാനും ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡാണ് BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അധികം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് ആകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം IT ഫീൽഡ് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കോഴ്സിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, this is Varsha saying bye to students.